ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് കുട്ടികളുടെ രണ്ടുപേരും കൂടെ വിചാരിച്ചാ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. എടോ, ഞാനേ ഒരു എമർജൻസി വർക്കിലായിരുന്നു. എന്ത് എമർജൻസി ആയാലും അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. ചിപ്പിമോള് വിളിച്ചതല്ലേ, നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, നമുക്ക് പോവാ അച്ഛാ, പ്ലീസ് അച്ഛാ. ഹലോ, ആരാ? ഓം നമഃശിവായ. ഇത് ആശ്രമത്തിൽ നിന്ന് സ്വാമിജിയാ. എനിക്ക് അവന്തിക മാഡത്തിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കാൻ തീരെ പറ്റില്ല. ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക. അതറിഞ്ഞില്ലല്ലോ മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി കൊണ്ടുപോയോ? ഇല്ല സ്വാമിജി. ഇതിപ്പോ ആരാ സംസാരിക്കുന്നേ? മോളാണോ? അതെ സ്വാമിജി, ചിപ്പിമോള് സംസാരിക്കുന്നേ. അമ്മ എന്താ ഇതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോഞ്ഞേ? ഇവിടെ ആരുമില്ല സ്വാമിജി. ജെനി ആന്റിയും ഡ്രൈവർ അങ്കിളും ഒക്കെ പേടിച്ചു പോയി. അത് ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അറിയില്ല സ്വാമിജി. സ്വാമിജിക്കൊന്ന് വരാൻ പറ്റുമോ? അയ്യോ, സ്വാമിജി കുറെ ദൂരെയല്ലേ. മോളുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് അവരുടെ പേരൻസിനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞൂടെ? മോൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഉണ്ട് സ്വാമിജി. എന്നാ പിന്നെ അവരെ വിളിക്കും. അവരും ഒന്ന് വേണ്ടത് ചെയ്തോളും. സ്വാമിജി പിന്നെ വിളിക്കാം. ശരി സ്വാമിജി. ആരാ ഇപ്പൊ വിളിക്കുന്നത്? സച്ചിനെ വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് സച്ചിനെ ഇഷ്ടമല്ലല്ലോ. പിന്നെ ആരെ വിളിക്കും? ഗൗരി ഒന്ന് വിളിച്ചു നോക്കാം. ഹായ് ചിപ്പി, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, ചിപ്പി എന്തിനാ കരയുന്നേ? എന്തു പറ്റി? എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സാ. അയ്യോ, നിനക്കൊന്ന് ഇവിടം വരെ വരാമോ? എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. പാവം അമ്മ. അച്ഛാ. എന്താ മോളെ? എന്താ മോളുടെ കണ്ണ് കളഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ? പിന്നെ എന്നാ പറ്റി ഇങ്ങനെ വിഷമിക്കാനായിട്ട്? അച്ഛാ, ഓ, എന്നൊന്ന് ചിപ്പിയുടെ വീട്ടിൽ കൊണ്ടുവിടാമോ? ചിപ്പിയുടെ വീട്ടിലോ? അതെന്തിനാ ഇപ്പൊ ചിപ്പിയുടെ വീട്ടിൽ പോകുന്നേ? അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. ആന്റിക്ക് തീരെ വയ്യെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ? അതിന് അവർക്ക് എന്താ പറ്റി? ചിപ്പിയുടെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സാ. അയ്യോ, അവിടെ ആരുമില്ല. അവിടെ ചിപ്പി മാത്രമേ ഉള്ളൂ. ആരെയും വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നത് പോലും ഇല്ലെന്ന്. ചിപ്പിമോള് മോളെ വിളിച്ചായിരുന്നോ? വിളിച്ചു. അവള് കരയായിരുന്നു. അമ്മ വേദന കൊണ്ട് കിടന്ന് നിലവിളിക്കാന്നാ അവള് പറഞ്ഞത്. അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എന്നോട് വേഗം അങ്ങോട്ട് ചെല്ലാമോന്ന് ചോദിച്ചു. അല്ല, അവിടെ ആ ജോലിക്കാരിയും ഡ്രൈവറും ഒന്നുമില്ലേ? അവർക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ സ്ഥലം വിട്ടു. അവിടെ ചിപ്പിമോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഒരു ആംബുലൻസ് ഏർപ്പാടാക്കാം. അവര് വന്ന് ചിപ്പിമോടെ അമ്മയെ കൊണ്ടുപോയിക്കോളും. പിന്നെ പേടിക്കണ്ടല്ലോ. അത് വേണ്ട ഗോകുൽ.
ചിപ്പിമോളൊരു സഹായത്തിന് മോളെ വിളിച്ചതല്ലേ? ചിലപ്പോ നമ്മൾ ചെല്ലുമെന്ന് ചിപ്പിമോള് പ്രതീക്ഷിക്കും. അല്ലാതെ ഇവര് കുട്ടികൾ രണ്ടുപേരും കൂടെ വിചാരിച്ചാ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. എടോ, ഞാനേ ഒരു എമർജൻസി വർക്കിലായിരുന്നു. എന്ത് എമർജൻസി ആയാലും അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. ചിപ്പിമോള് വിളിച്ചതല്ലേ, നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, നമുക്ക് പോവാ അച്ഛാ, പ്ലീസ് അച്ഛാ. ഹലോ ചിപ്പി, ഞാനിവിടെ നാളത്തെ യൂണിറ്റ് എക്സാമിനുള്ള മാത്സ് പഠിച്ചോണ്ടിരിക്കുക. നീ ഏതുവരെ പഠിച്ചു? എന്താ ചിപ്പി, നീ എന്തിനാ കരയുന്നേ? അമ്മ നിന്നെ വഴക്കു പറഞ്ഞോ? ചിപ്പി, നീ ഇങ്ങനെ കരയാതെ. അമ്മയല്ലേ വഴക്കു പറഞ്ഞത്, സാരമില്ല. അതല്ല അമ്മൂട്ടി, അമ്മ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ നിനക്ക് എന്താ പറ്റിയത്? ആദ്യം നീ കരച്ചിലൊന്ന് നിർത്ത്. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, വേദന കൊണ്ട് കിടന്ന് പൊളയാ. നിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. എന്റെ ഈശ്വര, നിന്റെ ഒപ്പം അവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, അവരെല്ലാരും പോയി. സഹായത്തിന് അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, അവരാരും വന്നില്ല. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി ഇന്ദുവിനെയും കൂട്ടി ഒന്ന് വരാമോ? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. ഇന്ദു എവിടെ? അവൾക്ക് തലവേദനയായിട്ട് കിടക്കുക. എനിക്ക് പേടിയാവുന്നു അമ്മു. ഇങ്ങനെ കിടന്ന എന്റെ അമ്മ മരിച്ചു പോവും. നീ വിഷമിക്കാതിരിക്ക ചിപ്പി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അച്ഛനോട് കാര്യം പറയാം, എന്നിട്ട് ആവണി ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. എന്റെ അമ്മയ്ക്ക് നിന്റെ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ലാത്തോണ്ട് അവര് നിങ്ങളെ വിടുവോ? നീ വിഷമിക്കാതിരിക്കെ. ആദ്യം ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് സമ്മതിച്ചാ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. വേഗം വിളിക്കണേ അമ്മു. എന്റെ അമ്മ ഇങ്ങനെ കിടന്ന് കരയുന്നത് എനിക്ക് കാണാൻ വയ്യ.